ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ആദ്യം കിട്ടിയ ഒരു സൂചന തന്നെ രണ്ടാം ദിവസം, അതായത് അർജുനെ ചൊവ്വാഴ്ച രാവിലെ കാണാതാകുന്നു. പിറ്റേ ദിവസം തന്നെ ലോറി സ്റ്റാർട്ട് ചെയ്തിരുന്നെന്നും GPS സംവിധാനം വഴി ലോറിയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുമുള്ളൊരു വിവരം വന്നിരുന്നു. അർജുൻ്റെ ഫോൺ ഇടയ്ക്കിടെ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്തിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ലോറി പുഴയിൽ പോയിരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നൊരു നിഗമനം ഒരു ഭാഗത്തുണ്ട്. കാരണം വെള്ളത്തിലാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നത്. പക്ഷേ ലോറി ഉടമ മനാഫ് പറയുന്നു തെറ്റായ ഒരു പ്രചാരണം തുടക്കത്തിലുണ്ടായി. കാരണം ലോറി സ്റ്റാർട്ട് ചെയ്തിരുന്നു, ലോറിയുടെ GPS സംവിധാനം പ്രവർത്തിച്ചിരുന്നു എന്നൊന്നും എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അതായത് ഗംഗാവലി പുഴയിലായിരിക്കും ഒലിച്ചു പോയിട്ടുണ്ടാവുക ഈ ലോറിയും അർജുനും എന്ന് ഉറപ്പിച്ച മട്ടിലാണോ ഈ തിരച്ചിൽ? ഗോപി, ഗംഗാവലി പുഴയിലേക്ക് ലോറിയും അർജുനും പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നൊന്നും തൽക്കാലം നമ്മുടെ മുന്നിലില്ല. നേരത്തെ ഈ പറഞ്ഞ GPS സംവിധാനവും അർജുൻ്റെ ഫോൺ ബില്ല് ചെയ്തുകൊണ്ട് ഒരു പ്രഹേളിക ഉത്തരമില്ലാത്ത ചോദ്യമായി ഇപ്പോഴും നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 17,500 കിലോ LPGയുമായി വന്ന ഒരു ടാങ്കർ ലോറി, 22 ടണ്ണോളം വരുന്ന ഒരു ടാങ്കർ ലോറിയാണ് അടിച്ച് ഈ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വന്ന കല്ലും മണ്ണും വെള്ളവും എല്ലാം കൂടെ ചേർന്ന് ആ വലിയ മാരക മാസത്തിൽ അടിച്ചൊലിച്ച് ഗംഗാവലി പുഴയിലേക്ക് പോയി. അത് അങ്ങ് താഴെ 8-9 കിലോമീറ്റർ അകലെയാണ് ഗോപികൃഷ്ണ ആ ടാങ്കർ കരക്കിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ വേറൊരു ടാങ്കർ കൂടി അതേ മട്ടിൽ പോയി അതിനെ പിടിച്ചെടുത്തു. ഒരു ടാങ്കർ ഭീകര ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള വലിയ ടാങ്കറുകൾ ഒഴുകിപ്പോകാമെങ്കിൽ വലിയ ടാങ്കർ ഒഴുകിപ്പോകാമെങ്കിൽ ഒരു ലോറി വെള്ളത്തിലേക്ക് വീണിട്ടില്ല എന്ന് പറയാൻ നമ്മുടെ പക്കൽ ഇപ്പോഴും യാതൊരു തെളിവില്ല എന്ന് പറയുമ്പോൾ പോലും ആ GPS-ഉം ആ ഫോൺ സംവിധാനവും ഒരു വലിയ ചോദ്യമാണ് നിൽക്കുന്നു. അരുൺ പൂപ്പറമ്പ് കൂടി ചെയ്യുന്നുണ്ട്. അരുൺ, ഇപ്പോൾ നമുക്ക് SP പറയുകയാണ് അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർ കടത്തിവിടില്ല. നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയാം ഇന്നിപ്പോൾ നടക്കുന്നത് ഗംഗാവലി പുഴയിലെ പരിശോധന മാത്രമാണ്. അതിനാവശ്യം അതിവലിയ സാങ്കേതിക സംവിധാനം ആവശ്യമുണ്ട്. എന്തൊക്കെ യന്ത്ര സംവിധാനം ഇതിനോടകം എത്തിയിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട് അരുൺ? നിലവിൽ ഇപ്പോൾ ആഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഔദ്യോഗികമായി ഇവിടുത്തെ സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ കരയിലെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ്. നിലവിൽ അവിടെ ഏതെങ്കിലും ഒരു തരത്തിലൊരു രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ തെരച്ചിലോ മണ്ണ് നീക്കുന്ന നടപടി ഒന്നും നടക്കുന്നില്ല. നിലവിൽ ഈ റോഡ് ഗതാഗതം ഇവർക്ക് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മലയാളി രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ അങ്ങോട്ട് കയറ്റിവിടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അവർ അങ്ങോട്ട് പോയാൽ അത് അവർക്ക് സുഗമമായി നടത്താൻ വാർത്ത പുറത്തും നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. മാധ്യമപ്രവർത്തകർ ഒരു തരത്തിലും അവർ അങ്ങോട്ട് ഇന്ന് രാവിലെ വളരെ കർശനമായി സ്ട്രിക്റ്റ് ഓർഡർ എന്നാണ് നമ്മോട് പറഞ്ഞത്. എന്തായാലും ഇന്ന് നിലവിൽ നടക്കുന്നത് ഗംഗാവലി പുഴയിൽ അവർ ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതുപോലെ ഗംഗാവലി പുഴയിലെ തെരച്ചിലാണ്. അപ്പോഴും നമ്മളോട് അവിടുത്തെ ആശങ്ക ഈ ഗംഗാവലി പുഴയിലെ തെരച്ചിൽ വളരെ ദുഷ്കരമാണ്, വളരെ ശ്രമകരമായ ദൗത്യമാണ്. എളുപ്പത്തിൽ അങ്ങനെ നമ്മൾ ഈ പുഴയിലെ റെസ്ക്യൂ ഓപ്പറേഷൻ പോലെ അത് നടക്കില്ല. അതിനുള്ള സംവിധാനങ്ങൾ നേവി എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഈ വിഷൻ കിട്ടുന്ന അതിൻ്റെ റഡാർ സിസ്റ്റം ഒക്കെ എത്തിച്ചിട്ടുണ്ട്, സോണാർ സിസ്റ്റം എത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഒടുവിലായി നമുക്ക് ജില്ലാ കളക്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവരുടെ തെരച്ചിൽ എന്തായാലും 2 ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട് എന്നതാണ്. എന്തെങ്കിലും അതിൽ ഒരു പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് ആ തെരച്ചിൽ തന്നെ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കാൻ നേവിയും സൈന്യവും നിലവിൽ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് നിലവിൽ ഇപ്പോഴും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും വിവരം പങ്കുവെക്കാനില്ല. കരയിലെ തെരച്ചിൽ അവർ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോപി, ഈ പുഴയ്ക്ക് നടുവിലായി ഇതൊരു 30 അടി താഴ്ചയുള്ള പുഴയാണ്. ആ താഴ്ച നികത്തി ഒരു 5 മീറ്റർ പൊക്കത്തിലേക്ക് ഒരു മൺകൂന, ഒരു ദ്വീപ് ഇങ്ങനെ ഉയർന്നു നിൽപ്പുണ്ട്. ആ ദ്വീപിനകത്ത് നിന്ന് സിഗ്നൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ആ ദ്വീപിനകത്താണെങ്കിൽ അല്ലെങ്കിൽ ഈ വലിയ ഒരു മാരക മണ്ണ് മാസിനകത്താണെന്നുണ്ടെങ്കിൽ അത് മാറ്റുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ വലിയ സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമായി വരും, വലിയ യന്ത്ര സംവിധാനങ്ങൾ ആവശ്യമായി വരും. ഈ പോയ 6-7 ദിവസത്തെ പരിശോധന വെച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള സംവിധാനമൊക്കെ അതിനുവേണ്ടി മാത്രം ഈ ഗംഗാവലി പുഴയിലേക്ക് വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്.